ഇപ്പോൾ കേരളത്തിൽ ഒരു പല എല്ലാ പൊതുവെയുള്ള ഒരു രാഷ്ട്രീയ വിലയിരുത്തലുണ്ട്. കേരളത്തിൽ ഇത്തവണ ഭരണം യു.ഡി.എഫിന് നഷ്ടമാവുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ മറ്റു പാർട്ടികളിലേക്ക് പോകുമെന്ന്. അത് വലിയ നേതാക്കളുടെ പേരുകൾ പോലും അതിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. താങ്കൾക്കും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ എ.കെ. ആന്റണി പോലും ഒരുപക്ഷേ ബി.ജെ.പി ആയേക്കാം. എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആം, മറ്റ് കോൺഗ്രസ്സുകാരെക്കുറിച്ചും എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് വളരെ ഉറപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ചു വരില്ല. ജനങ്ങളുടെ ഇടയിൽ അവർ അത്രയ്ക്ക് അൺപോപ്പുലറായി കഴിഞ്ഞു. സാധാരണ വിചാരിക്കുന്നത് പോലെ LDFും അല്ലെങ്കിൽ UDF എന്നുള്ളൊരു സാഹചര്യമല്ല ഇന്ന് സംസ്ഥാനത്തുള്ളത്. കാര്യം ഇന്ന് ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് അവരൊരു തേർഡ് ഓപ്ഷൻ കാണുന്നുണ്ട്. ഇന്നിപ്പം ഓരോ എല്ലാവരും അവരുടെ മാനിഫെസ്റ്റോ അവർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. BJPയുടെ മാനിഫെസ്റ്റോ ആയാലും നേതൃത്വമായാലും, ഇപ്പം കേന്ദ്ര നേതൃത്വം മാത്രമല്ല സംസ്ഥാന നേതൃത്വമായാലും, ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്തിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം, ഇപ്പം എല്ലാ കൊല്ലവും ഏകദേശം 3 തൊട്ട് 4 ലക്ഷം വരെ യുവാക്കൾ നാട് വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അതിന് കാരണം ഇതിനകത്ത് അവസരങ്ങളില്ലാത്തത് തന്നെയാണ്. ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ഇല്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം ഇത്രയും മാൻ പവറിനെ അബ്സർവ് ചെയ്യാനുള്ള ഒരു ഇൻഡസ്ട്രിയും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും എല്ലാവരും മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ BJPക്കകത്ത് മാനിഫെസ്റ്റോയിൽ മാത്രമേ NDA മാനിഫെസ്റ്റോയിൽ മാത്രമേ വളരെ ക്ലിയറായിട്ട് ഇപ്പം 6 സിറ്റി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നല്ലൊരു പഠനമൊക്കെ നടത്തി ചെയ്ത കാര്യമാണ്. അല്ലാതെ വെറുതെ ആരെങ്കിലും എഴുതി വയ്ക്കുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ 6 സിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ സിറ്റിയുടെയും അതിൻ്റെതായ രീതി അനുസരിച്ച് 6 ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഉണ്ടാക്കാനുള്ളൊരു പദ്ധതി. അപ്പോൾ ഇതൊക്കെ കാരണം ലക്ഷക്കണക്കിന് മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഇത് മറ്റുള്ള എന്തായാലും NDA അധികാരത്തിലെത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. LDF അല്ലെങ്കിൽ UDF ആണ് വരാൻ പോകുന്നത്. പക്ഷേ BJPക്ക് കൂടുതൽ താല്പര്യം LDF വരുന്നതല്ലേ? കാരണം കോൺഗ്രസിൽ നിന്ന് കുറേ നേതാക്കളെങ്കിലും BJPക്ക് കിട്ടിയേക്കാം കേരളത്തിൽ. അങ്ങനെ വരുമ്പോൾ BJPക്ക് LDF വരണമെന്നോ UDF വരണമെന്നോ ആഗ്രഹമില്ല. ഇവർ രണ്ടുപേരും വരരുത്, NDA തന്നെ വരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ഇപ്പം ഇതിൽ ആര് ജയിക്കണം തോക്കണമെന്നുള്ളതും നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ ആര് ജയിച്ചാലും തോറ്റാലും NDA ജയിക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം.